Hi students. നമ്മൾ പ്രീവിയസ് സെഷനിൽ പഠിച്ചത് റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ LTI സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, സോ നമുക്കൊരു LTI സിസ്റ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ അതെന്താണ്? d² dt² ഓഫ് y ഓഫ് ടി പ്ലസ് 3 ഇൻറ്റു d/dt ഓഫ് y ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി. സോ നമുക്കൊരു LTI സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു. ഇതിൽ നിന്ന് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എച്ച് ഓഫ് ടി. സോ നമുക്ക് എച്ച് ഓഫ് ടി കണ്ടുപിടിക്കണം. ഓക്കെ, സോ എച്ച് ഓഫ് ടി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സോ എച്ച് ഓഫ് ടി ഇറ്റ് ഈസ് ഇൻ ടൈം ഡൊമൈൻ. ഇപ്പൊ ഇക്വേഷൻ തന്നിരിക്കുന്ന ടൈം ഡൊമൈനിലാണ്. സോ നമ്മൾ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. സോ അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും? സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എസിന്റെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. ഒരു y ഓഫ് എസിലും എക്സ് ഓഫ് എസിലും വരുന്ന ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കണം. ഓക്കെ, എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കണം. എച്ച് ഓഫ് എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എച്ച് ഓഫ് ടി. ഓക്കെ, എച്ച് ഓഫ് ടിയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എച്ച് ഓഫ് എസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. സോ വി റീറൈറ്റ് ഇറ്റ്. ഓക്കെ, സോ d²/dt² ഓഫ് y ഓഫ് ടി പ്ലസ് 3 ഇൻറ്റു d/dt ഓഫ് y ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. ദിസ് ഇസ് അവർ ഇക്വേഷൻ. സോ നമ്മൾ ഇനിഷ്യലി സീറോ ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടുള്ള പ്രൊസീജിയർ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആദ്യം. ഓക്കെ, സോ വി ആർ അസ്യൂമിങ് ദാറ്റ് there are zero initial conditions and we are applying Laplace transform on both sides of the equation. So LHSലും RHSലും നമ്മൾ സീറോ ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. സോ d/dt എസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. പിന്നെ അതിന്റെ ഓർഡർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് അത്രയും പവർ കൊടുത്ത് എഴുതുക. അതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡ്. സോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇറ്റ് വിൽ ബിക്കം s² y of s plus 3 ഇൻറ്റു sy of s plus 2y of t എന്താവും? 2y of s is equal to x of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം x of s. So this is our equation number 2. Okay, so we took the Laplace transform of equation number 1. Equation number 1 ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. അപ്പോൾ we obtained s² y of s plus 3 sy of s plus 2y of s is equal to x of s. So derivative, whenever there is a derivative term, we have to put an s. Okay, so d/dt terms വരുമ്പോൾ നമുക്ക് ഒരു s വരും. ഇനി അതിന് d/dt യുടെ ഓർഡർ എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ എസിന് പവർ കൊടുക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു റീഅറേഞ്ച് ദിസ്. സോ ഫ്രം LHS we can take out y of s. So it will become y of s into s square plus 3s plus 2. That will be equal to x of s. Okay, next step എന്ത് ചെയ്യണം? We need to find the transfer function h of s. We know the equation of transfer function h of s is h of s is equal to y of s divided by x of s. Okay, so we need to rearrange the equation by like y of s by x of s. Then it will be equal to 1 by s square plus 3s plus 2. Okay, so we got h of s. h of s കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ക്വസ്റ്റിനെ കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് ഈസ് എച്ച് ഓഫ് ടി. സോ ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഇറ്റ് ഈസ് എച്ച് ഓഫ് എസ്. സോ എച്ച് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് ടി കിട്ടും. ഓക്കെ, സോ ഐ ആം going to take the inverse Laplace transform of h of s and the method is partial fraction. So ഞാൻ s3 square
പ്ലസ് 3s പ്ലസ് 2 എന്ന് പറയുന്ന ഇക്വേഷനെ റൂട്ട്സിന്റെ ഫോമുലായി എഴുതി. ഓക്കെ, 1/s+1 ഇൻറ്റു s പ്ലസ് 2. ദെൻ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ കോൺസ്റ്റൻസ് എ ബി, ഈ രണ്ട് കോൺസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ സെഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഹൗ വിൽ വി ഫൈൻഡ് ദ കോൺസ്റ്റൻസ്? എ ഈസ് ഈക്വൽ ടു എയുടെ ഡിനോമിനേറ്റർ എന്താണ്? ഇറ്റ് ഇസ് s+1. സോ s+1 ഇൻറ്റു എക്സ് ഓഫ് എസ്. എക്സ് ഓഫ് എസിന് പകരം നമ്മളിവിടെ എച്ച് ഓഫ് എസ് ആണ്. സോ എച്ച് ഓഫ് എസ് എഴുതുക. 1/s+1 ഇൻറ്റു s പ്ലസ് 2. ഈ ടേംസ് ക്യാൻസൽ ആയി പോവും. ആൻഡ് വെൻ s ഇസ് ഈക്വൽ ടു -1. സോ ഇവിടെ എല്ലാം എസിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് a as 1. സിമിലർലി വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ ബി. ഓക്കെ, സോ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് ക്യാൻസൽ ആയി പോവും. When s is equal to -2, finally we will get b as -1. Okay, നമുക്ക് അങ്ങനെ എയുടെയും ബിയുടെയും എല്ലാം വാല്യൂസ് കിട്ടി. ഓക്കെ, ഇനി എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ റീറൈറ്റ് ദ ഇക്വേഷൻ h of s by using the values of a and b. So h of s become 1/s+1 minus 1/s+2. So this is equation number 3. Okay, so ഈ ഒരു ഫോമാറ്റിൽ കിട്ടിയാൽ we know the ഇൻവേഴ്സ് അല്ലേ? ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇൻവേഴ്സ് എടുക്കാൻ എളുപ്പമാണ്. സോ വി ആർ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എൽ എച്ച് ഓഫ് എസ്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 മൈനസ് 1/s+2. ഓക്കെ, സോ 1/s+a ആ ഒരു ഫോമാറ്റിലാണ്. സോ 1/s+a ആണെങ്കിൽ e⁻⁻at u of t. സോ എയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് -1t, ദാറ്റ് ഈസ് -t. സോ h of t becomes h of t is equal to e⁻⁻t u of t, then minus second term 1/s-2 ആണ്. So it is e⁻²t u of t. So this is the Laplace transform, impulse response of the given signal. Okay, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ലാത്തൊരു കേസാണ്. ഇനി വി ആർ കൺസിഡറിങ് ഇനിഷ്യൽ കണ്ടീഷൻസ് നോട്ട് 0 ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. y ഓഫ് 0 മൈനസ് ഈക്വൽ ടു dy/dt ഓഫ് y ഓഫ് 0 മൈനസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് വി നീഡ് ടു ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിസ്റ്റം എച്ച് ഓഫ് ടി അല്ല, y of t യുടെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ദാറ്റ് x of t is equal to delta of t. x of t delta of t അതായത് ഇമ്പൾസ് കൊടുക്കുമ്പോൾ y of t യുടെ ഇക്വേഷൻ എന്താണ്? y of t എന്ത് വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻ. ഇനി ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കണം. അത് നമ്മൾ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നിടത്തും തുടങ്ങണം. ഓക്കെ, സോ ലാപ്ലാസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പം നമ്മൾ ഡിഫറൻഷിയേഷൻ ഇൻ ടൈം പറഞ്ഞിരുന്നു. അത് 0 ഇനിഷ്യൽ കണ്ടീഷനും ഇനി ഇനിഷ്യൽ കണ്ടീഷൻസ് വരുന്നത് അതിന്റെ ആ ഒരു അതിന്റെ കൂട്ടത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ സെക്കൻഡ് പവറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇനിഷ്യൽ കണ്ടീഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ് എഴുതേണ്ടത്. s² ഇൻറ്റു y ഓഫ് എസ് മൈനസ് s ഇൻറ്റു y ഓഫ് 0 മൈനസ് dy/dt ഓഫ് y ഓഫ് 0. ഇത് സെക്കൻഡ് പവറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കൺസിഡറിങ് ഇനിഷ്യൽ കണ്ടീഷൻ ആണ്. ഇനി ഫസ്റ്റ് പവർ ആണെന്നുണ്ടെങ്കിലോ ആ ഇക്വേഷൻ s ഇൻറ്റു y ഓഫ് എസ് മൈനസ് y ഓഫ് 0 മൈനസ്. ഇനി നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ ഒന്നും കൺസിഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു ടേം വരില്ല, ബാക്കി മാത്രമേ വരത്തുള്ളായിരുന്നു. ഓക്കെ, സോ ഇനിഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ടേംസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ദെൻ 2 ഇൻറ്റു y ഓഫ് ടി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇനിഷ്യൽ കണ്ടീഷൻ ഒന്നും നോക്കണ്ട, ഇറ്റ് ഈസ് y ഓഫ് എസ് ഓൺലി. ഡിഫറൻഷ്യൽ ടേം എവിടെയൊക്കെ വരുന്നുണ്ടോ അതിന്റെ കൂടെയാണ് എക്സ്ട്രാ ഈ ഇനിഷ്യൽ കണ്ടീഷൻസും കൂടി വരുന്നത്. ഓക്കെ, പിന്നെ എക്സ് ഓഫ് എസിനും ഡിഫറൻഷ്യൽ ടേം ഒന്നുമില്ല, സോ ഇറ്റ് വിൽ ബിക്കം എക്സ് ഓഫ് എസ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. y ഓഫ് എസിന്റെ ടേംസ് ഒരുമിച്ച് വരുന്നത് എടുക്കും. ദെൻ y ഓഫ് 0 മൈനസ് ഇവിടെ ഈ ഒരു ടേമിലും ഉണ്ട് ഈ ഒരു ടേമിലും ഉണ്ട്, സോ അത് രണ്ടും കൂടെ കോമൺ എടുക്കും. സോ മൈനസ് ഇവിടെ ഒരു 3 വെളിയിലുണ്ടായിരുന്നു, 3s+3 ആണ് ഇൻറ്റു y ഓഫ് 0. ദെൻ dy/dt ഓഫ് y ഓഫ് 0 മൈനസ് അതെന്ന് പറയുന്നത് ഒരു ടേമേ ഉള്ളൂ, സോ അതേപടി എഴുതി, ഇറ്റ് ഇസ് എക്സ് ഓഫ് എസ്. ഓക്കെ, സോ y ഓഫ് എസിന്റെ ടേം അല്ലാത്ത എല്ലാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഞാൻ RHS ലേക്ക് കൊണ്ടുപോയി. ഓക്കെ,
ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി. ഇനി ഞാൻ അതിനെ വൈ ഓഫ് എസ്, എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വൈ ഓഫ് ടി. ഓക്കെ, സോ അപ്പൊ ഞാൻ എന്താണ് എൻ്റെ എൽ എച്ച് എസ് സൈഡിൽ വൈ ഓഫ് എസിന്റെ ടേം മാത്രമാക്കി, വൈയുടെ ടേം മാത്രമാക്കി എഴുതി. സോ അതായത് വൈയുടെ കോഎഫിഷ്യന്റിനെ ആർ എച്ച് എസിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എക്സ് ഓഫ് എസ് വരുന്ന ഒരു പാർട്ടായിട്ടും എഴുതി, ഇനിഷ്യൽ കണ്ടീഷൻസ് വരുന്ന ഒരു പാർട്ടായിട്ടും എഴുതി. ഓക്കെ, സോ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ആദ്യം സിസ്റ്റത്തിന്റെ ടോട്ടൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് നാച്ചുറൽ സൊല്യൂഷൻ എന്നും ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ സൊല്യൂഷൻ റെസ്പോൺസ് എന്താണ്, നമ്മൾ നാച്ചുറൽ റെസ്പോൺസിനകത്ത് ഇൻപുട്ട് വാല്യൂ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എല്ലാം 0 ഒക്കെ കൺസിഡർ, അതായത് ഇൻപുട്ട് ഉണ്ടാവത്തേ ഇല്ല. ഇനി ഫോഴ്സ്ഡ് റെസ്പോൺസിനകത്ത് എന്ത് വരും, നമ്മൾ ഇൻപുട്ട് കൺസിഡർ ചെയ്യും, ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഇക്വേഷൻ നമ്പർ 5 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന്റെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയേക്കുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ടേമിനകത്ത് എക്സ് ഓഫ് എസിന്റെ ടേമേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ് വിൽ ബി ദ നാച്ചുറൽ റെസ്പോൺസ് ഓഫ് ദ ഗിവൻ സിസ്റ്റം. സോ നമ്മൾ വൈ ആണ് ഔട്ട്പുട്ട്. സോ അപ്പൊ വൈ എന്ന് പറഞ്ഞ വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഇവിടെ ട്രാൻസ്ഫോം ഡൊമൈൻ ആണെന്നേ ഉള്ളൂ. അപ്പൊ വൈ എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസിന്റെയും ഫോഴ്സ്ഡ് റെസ്പോൺസിന്റെയും സമ്മാണ്. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അതിന്റെ നാച്ചുറൽ റെസ്പോൺസ് ആണെന്ന് പറയും. സെക്കൻഡ് ടേമിൽ എക്സ് ഓഫ് എസ് ഉണ്ട്. അപ്പൊ ഇൻപുട്ടിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഏതാണ്, ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്. അതായത് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ 0 ഇൻപുട്ട് റെസ്പോൺസും 0 സ്റ്റേറ്റ് റെസ്പോൺസ് ആണ് മറ്റേ എക്സ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ രണ്ടായിട്ട് എഴുതിയതിന്റെ ഉദ്ദേശം എക്സ് ഓഫ് എസ് ഉള്ള ടേമും എക്സ് ഓഫ് എസ് ഇല്ലാത്ത ടേമും എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള നമ്മളുടെ ഇനിഷ്യലി കിട്ടിയ ഇക്വേഷൻ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്നുള്ള ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 തൊട്ട് മുന്നേ കിട്ടിയ ഇക്വേഷനിൽ നിന്ന് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ റെസ്പോൺസിന്റെ ടേമിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് റെസ്പോൺസിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നാച്ചുറൽ റെസ്പോൺസിന്റെ ടേമിനകത്താണ് ഇനിഷ്യൽ കണ്ടീഷൻ ഉള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ വൈ ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് 1 ആണ്. ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് ടി ആണ്. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി ഡെൽറ്റ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് എസ് എന്ത് വരും, അതായത് യൂണിറ്റ് ഇമ്പൾസിന്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ബേസിക് ഇക്വേഷൻ അത് പഠിച്ചതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മുടെ വൈ ഓഫ് എസിന്റെ അതായത് ഇക്വേഷൻ നമ്പർ 5 റീറൈറ്റ് ചെയ്യാണ് അല്ലെ. ഇക്വേഷൻ നമ്പർ 5 റീറൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് പ്ലസ് 4 ബൈ, ഇപ്പോൾ ഇനി ഇതിന്റെ റൂട്ട്സ് എടുക്കുക, എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, നമുക്ക് വൈ ഓഫ് എസിനെ റീറൈറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പം ഇത് ഒരു സെറ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് അടുത്ത സെറ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിനകത്ത് 2 ടേംസ് വരും, എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2, അതേപോലെ സി ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ദെൻ ഞാൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും 4 കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു, കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഞാൻ എൻ്റെ വൈ ഓഫ് എസ് ഇക്വേഷനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇനി എന്താണ്, ഇത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് 1 ബൈ എസ് പ്ലസ് എ ഫോമാറ്റിലാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. സോ ഇൻവേഴ്സ് ലാപ്ലാസ് വൈ ഓഫ് ടി ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസിന്റെ ഫോഴ്സ്ഡ് റെസ്പോൺസിന് ഈക്വലാണ്. സോ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് വരും, ഫസ്റ്റ് പാർട്ടും ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടും വരും. ഓക്കെ, ഇനി ടോട്ടൽ റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോമൺ ടേംസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ ചെയ്തു, 0 സ്റ്റേറ്റ് റെസ്പോൺസ് വരുമ്പോൾ അതായത് ഇനിഷ്യൽ കണ്ടീഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പം സെക്കൻഡ് ഓർഡർ ടേം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് 2 ഇനിഷ്യൽ കണ്ടീഷന്റെ ടേം വരും. ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യൽ കണ്ടീഷന്റെ ടേമും കൂടി വരും. ഓക്കെ, ആ ഒരു രീതിയിൽ വന്നു. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് വൈ ഓഫ് എസിന്റെ ടേംസിനെ ഒരു സൈഡിലാക്കി, ഇനിഷ്യൽ കണ്ടീഷൻസും ഇൻപുട്ടിന്റെ ടേമും മറ്റൊരു സൈഡിലാക്കി,
ദെൻ വൈ ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈ ഓഫ് എസിന്റെ മാത്രം ഇക്വേഷൻ എഴുതി. ദെൻ ഞാൻ ഇൻപുട്ട് വരുന്ന ഒരു ടേം ഇനിഷ്യൽ കണ്ടീഷൻ വരുന്ന ഒരു ടേം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിച്ചു. ദെൻ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻപുട്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് ഞാൻ അപ്ലൈ ചെയ്തു. ദെൻ ഇൻപുട്ട് എക്സ് ഓഫ് ഡെൽറ്റ ഓഫ് ടി ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെൽറ്റ ഓഫ് എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് എസ് എടുക്കുമ്പോൾ ഡെൽറ്റ ഓഫ് ടി ആയതുകൊണ്ട് 1 ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇതിന്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചു. ദെൻ വൈ ഓഫ് എസ് എഴുതി, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു, ടോട്ടൽ റെസ്പോൺസ് എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.